എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. പഞ്ചാഗിരി വിദ്യ എന്ന് പറയുന്ന മധുവിദ്യ, നമ്മൾ ഇന്ന് ആ ഒരു വിഷയമാണ് എടുത്തിരിക്കുന്നത്. ഇത് ശ്രീവിദ്യ ഉപാസനയുമായിട്ട് ചേർന്ന് എങ്ങനെ പോകുന്നു, അപ്പൊ നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ആദ്യം പ്രപഞ്ചത്തിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് പ്രവേശിക്കാം. ഓം ദ്രൗ ശാന്തി, അന്തരീക്ഷം ശാന്തി, പൃഥ്വി ശാന്തി, ആപശാന്തി, ഔഷധേ ശാന്തി, വനസ്പതേ ശാന്തി, വിശ്വദേവ ശാന്തി, ബ്രഹ്മ ശാന്തി, സർവം ശാന്തി, ശാന്തിരേവ ശാന്തി, സമാ ശാന്തിരേധി. ഓം ശാന്തി ശാന്തി ശാന്തി. സത്യം വദ ധർമ്മം ചര. ഈ വേദ ഉപനിഷത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഛാന്തോക്യ ഉപനിഷത്താണ് ഏറ്റവും നന്നായിട്ട് ആത്മാവിനെ, അതായത് സബ്ജക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ പറയുന്ന ആ ആത്മാവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം ദശ ഉപനിഷത്തുകളാണ് 108 ഉപനിഷത്തുകൾ ഏറ്റവും പ്രധാനം. അതിൽ ദശോപനിഷത്തില് വളരെ ചെറിയ ഒരു ഉപനിഷത്താണ് ഛാന്തോക്യം. പക്ഷെ ഈ അതിദൈവം, ആദിഭൂതം, ആത്മാവ് എന്നുള്ള വിഷയങ്ങളില് നമ്മുടെ ആത്മാവിന് നമ്മൾ അറിയേണ്ടത് അതാണ് അല്ലേ. അതിനെയാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. ആ സബ്ജക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ പറഞ്ഞു തരുന്ന ഒരു ചെറിയ ഉപനിഷത്താണ് ഛാന്തോക്യം. നമ്മൾ അറിയുന്ന ഒരുപാട് കാര്യങ്ങള് ബാഹ്യമായിട്ടുള്ളവയാണ്. അപ്പൊ നമുക്കറിയാത്ത ചില രഹസ്യങ്ങള് എന്തൊക്കെയാണ്? നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ഇത് രണ്ടും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് അറിയാൻ ഒന്ന് ശ്രമിക്കാന്നല്ലാതെ നമുക്ക് അറിയാൻ പറ്റും തോന്നുന്നില്ല. നമ്മൾ എവിടെ നിന്ന് വന്നു, എവിടേക്കാണ് പോയി എന്ന് അത് രണ്ടും അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ പ്രകൃതിയില് എവിടെയോ നിന്നാണ് വന്നതെന്നും തിരിച്ച് അവിടേക്കാണ് പോകുന്നതെന്നെങ്കിലും നമ്മൾ ഈ വ്യാവഹാരിക തലത്തില് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമ്മുടെ ഗ്രഹം എവിടെയാണ്, നമ്മൾ വന്നിരിക്കുന്ന വീട് എവിടെ നിന്നാണ്? ഈ പ്രകൃതിയിൽ നിന്ന് വന്നവരാണ് നമ്മളെല്ലാം. നമ്മുടെ മടക്കയാത്രയും പ്രകൃതിയിലേക്കാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ എക്സാക്ട് സ്ഥലം അറിയാൻ വേണ്ടി ബുദ്ധിമുട്ടണ്ട. കാരണം എക്സാക്ട് സ്ഥലം ആർക്കും അറിയാൻ പറ്റില്ല, അവനവന്റെ കർമ്മം അനുസരിച്ചായിരിക്കും. എന്നാലും ഈ പ്രകൃതിയാണ് നമ്മുടെ ബേസ്. നമ്മൾ വിചാരിക്കുന്നു അത് നമ്മളെ അച്ഛൻ അമ്മ എന്നൊക്കെയുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഛാന്തോക്യ ഉപനിഷത്ത് നമ്മൾ ചില രഹസ്യങ്ങൾ അറിയേണ്ടുന്ന, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അറിയേണ്ടുന്ന ചില രഹസ്യങ്ങൾ, അതായത് പ്രകൃതിയില് എന്താ പറയാ, ആ പ്രകൃതി തന്നെയാണ് നമുക്ക് ആ ഒരു സോഴ്സ് ഓഫ് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം. അതാണ് തിരിച്ചു പോവേണ്ടതും അവിടെയാണ്. അപ്പോ ആ വ്യാവഹാരിക തലത്തിലെ ജീവിത സത്യങ്ങൾ നമ്മളെ ഇത് പറഞ്ഞു തരുന്നുണ്ട്. കാരണം നമ്മൾ പ്രകൃതിയിൽ നിന്ന് വന്നു, പ്രകൃതിയിലേക്ക് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. കാരണം മരണാനന്തര ക്രിയകളെല്ലാം തന്നെ ഈ പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കുന്ന ക്രിയകളാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എവിടെ വന്നു, ശ്മശാനത്തിൽ പോയി കത്തിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ കഴിഞ്ഞു. അത് അങ്ങനെയല്ല. ഒന്ന് നമ്മൾ അതിനെക്കുറിച്ച്, ഒരു ആത്മാവിനെ കുറിച്ചില്ല, ഈശ്വരൻ എന്താന്ന് ചിന്തിക്കുന്ന ഒരു ചെറുതായിട്ടുള്ള ബോധമുള്ള ഒരു വ്യക്തിക്ക് ഈ സത്യങ്ങൾ നമുക്കറിയാം. നമ്മളെ വന്ന് നമ്മുടെ കൂടെ ജീവിച്ച് നമ്മുടെ വീട്ടിനകത്തുണ്ടായിരുന്ന ഒരു വ്യക്തി തിരിച്ച് പ്രകൃതിയിൽ കത്തിച്ച് കുറച്ച് ചാരമായിട്ട് പോയി അല്ലേ. അത് നമുക്ക് തീർച്ചയായിട്ടും അത് ജലത്തിൽ ഒഴുക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം, ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടല്ലേ. ഈ പാഠങ്ങൾ നമുക്ക് പ്രകൃതി കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ആ ഒരു എന്താ പറയുക, ഈ പ്രകൃതി എങ്ങനെയാണ് പ്രപഞ്ചവുമായിട്ട് നമ്മൾ ഏത് രീതിയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അന്വേഷിച്ചു പോയിട്ടില്ല എന്നർത്ഥം. അപ്പോ ആ അന്വേഷണത്തിന്റെ ഫലമായിട്ട് ആ ഒരു മുമുക്ഷുക്കൾക്ക് വേണ്ടി ഋഷിമുനിമാര് കണ്ടെത്തിയ ചില സത്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന ഉപനിഷത്താണ് ഛാന്തോക്യം. അപ്പൊ നമ്മള് ഇവിടെ വരാൻ പ്രധാന കാരണം എന്താണ്? അപ്പൊ എല്ലാ ഉപനിഷത്തുകളും നമ്മുടെ ശാസ്ത്രങ്ങളും പറഞ്ഞു തരുന്നു നമ്മുടെ തന്നെ കർമ്മവും കർമ്മഫലങ്ങളുമാണ് നമ്മൾ ഇവിടെ വരാൻ കാരണം. മായ എന്ന അവിദ്യയാണ് അത് മറച്ചിരിക്കുന്നത്. ഈ സത്യം അറിയാത്ത ജീവൻ പല നാമരൂപങ്ങൾ എടുത്ത് ഈ പ്രകൃതിയിൽ വന്നു പൊക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചവുമായിട്ട് ഉള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കാതെ ഇരുന്നാല് ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും മോചനം കിട്ടില്ല. കാരണം നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്ന എന്താ, കർമ്മവും കർമ്മഫലങ്ങളും. ഈ കർമ്മവും കർമ്മഫലങ്ങളും എവിടെയാണ് അരങ്ങേറുന്നത്? ഈ പ്രപഞ്ച നാടകം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് അരങ്ങേറുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ റിസൾട്ട് നമുക്ക് പ്രപഞ്ചത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ബാഹ്യമായിരിക്കുന്ന പ്രകൃതി എങ്ങനെയാ, അതിന് ജീവനില്ലല്ലോ. അതെങ്ങനെയാണ് നമുക്ക് അതിന്റെ
എന്താ പറയാ ആ ഒരു കർമ്മഫലം തരാൻ അതിന് പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അ- ഈ ചിന്തകള് നമുക്ക് നമ്മളെ വീണ്ടും ബാക്കിലോട്ട് നമ്മളുടെ സോഴ്സിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ ചിന്തകളാണ് നമുക്ക് ഇതിന് ഉത്തരം കിട്ടാൻ കാരണം. കാരണം അത് പ്രകൃതിയാണ്, അതിന്റെ എല്ലാം ഒരു നിയാമക ശക്തി ഉണ്ടെന്നുള്ള ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കി തരുന്നത് ഇത് കൂടുതൽ പഠിക്കുമ്പോൾ മാത്രമാണ്. എന്നാലേ നമ്മുടെ പോരായ്മകൾ നമുക്ക് അറിഞ്ഞ് അവ തിരുത്തി ആ ജീവനെ നമുക്ക് ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ജന്മങ്ങൾ എടുത്ത് ഇവിടെ വരുന്നത്? അപ്പൊ അത് ആ റീസൺ ഇതാണെന്ന് അറിയണം. കാരണം അറിഞ്ഞെങ്കിലേ നമുക്ക് തിരുത്താൻ പറ്റൂ. ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് എന്താ അതിനെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അത് ആ തെറ്റ് കൊണ്ട് നമുക്ക് എന്താണ് ദോഷം വരുന്നത്, ഇല്ലേ? ഇപ്പൊ ജയിലിലൊക്കെ കിടക്കുന്നവർക്ക് ആ തെറ്റ് ചെയ്തു, അത് തെറ്റാണെന്ന്, ചിലർക്ക് അത് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് അറിയില്ല. വേറൊരാളെ ദ്രോഹിക്കുകയോ തന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. പക്ഷെ അവർക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല. അപ്പൊ അത് തോന്നാൻ വേണ്ടിയിട്ടാണ് ജയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറച്ച് വർഷങ്ങൾ ഇട്ട് കഴിയുമ്പോൾ അവരിത് അവരുടെ തെറ്റിനെ കുറിച്ച് മനസ്സിലാക്കി ഇനി അത് ആവർത്തിക്കാതിരിക്കണം. നമ്മൾ ഈശ്വരനോടൊക്കെ ഏത് പൂജകൾ കഴിഞ്ഞാലും നമ്മൾ ക്ഷമാപണ സ്തോത്രം പറയാറുണ്ട്. എന്നോട് ക്ഷമിക്കണേ, കായേന വാച മനസേന്ദ്രിയർവ എന്നൊക്കെ പറയുന്നത് എന്താ? ഈ പൂജയ്ക്ക് അങ്ങേക്ക് ചെയ്യുന്ന ഈ പൂജകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ, മന്ത്രഹീനം, ക്രിയാഹീനം, ഭക്തിഹീനം മഹേശ്വരി, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ദോഷങ്ങൾ വന്ന അമ്മ എന്നോട് ക്ഷമിക്കണേ. ഇതാണ് ഒരു സാമാന്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ക്ഷമാപണം. അതുപോലെ തന്നെയാണ് പ്രകൃതിയോട് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ക്ഷമാപണം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല അമ്മേ. ആ ക്ഷമാപണം കൊണ്ട് വീണ്ടും തെറ്റ് ആവർത്തിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ഇത് എനിക്ക് അറിഞ്ഞു, ഇനി ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മള് അവിടെ നിന്ന് പിന്തിരിയാണ്. തെറ്റ് മനസ്സിലാക്കി തിരുത്തുക. എല്ലാ ക്ഷമാപണ സ്തോത്രങ്ങളും നമ്മൾ എല്ലാ ഈശ്വരന്മാരുടെ സ്തോത്രങ്ങൾക്കും ഇല്ലെങ്കിൽ ക്രിയകള് പൂജകള് അവസാന ക്ഷമാപണമുണ്ട്. എന്തിനാ അത്? നമ്മൾ പ്രകൃതിയോട് ക്ഷമിക്കാൻ പറയണു, ഈശ്വരനോട് ക്ഷമിക്കാൻ പറയണു. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? അത് ആവർത്തിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഈ ഒരു ജീവനെ നമുക്ക് ഉയർന്ന തലത്തിലേക്ക്, ഈ ജീവൻ വീണ്ടും വീണ്ടും മനുഷ്യ ശരീരമെടുത്ത് ഭൂമിയിൽ വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ ഒരു സമയത്ത് നമുക്കത് മതിയായി, അല്ലെ? ഈ ജീവനെ മോക്ഷപ്രാപ്തിയിൽ എത്തിക്കണം. ഈ മനുഷ്യ ശരീരത്തിലല്ല, ഇനി ഒരു ശരീരത്തിലും എനിക്ക് വരണ്ട എന്ന് ആ ജീവന്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള വഴികൾ അന്വേഷിക്കും. അതിനാണ് നമ്മുടെ ജയിൽ എന്ന് പറയുന്നതാണ് ഈ ഭൂമി. അത് ജയിലല്ല, ഒരു എന്താ പറയാ നല്ല സ്വഭാവം ഉണ്ടാക്കാൻ, പുണ്യങ്ങള് ആർജിക്കാൻ, തന്റെ തെറ്റുകള് പാപങ്ങളൊക്കെ ഇല്ലാതാക്കി ആ നമ്മൾ ഉണ്ടാക്കിയ തെറ്റുകളുടെ പ്രായശ്ചിത്ത കർമ്മങ്ങളും അനുഭവിക്കാൻ. നമ്മളിവിടെ വരുന്ന ദുഃഖങ്ങളൊക്കെ എന്താ? പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഈശ്വരൻ തരും, പ്രകൃതി തരുന്നതാണ് നമുക്ക്. ഇത് ഈശ്വരനും നമുക്ക് പറയാൻ പറ്റില്ല. ഈശ്വരൻ നമുക്ക് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒന്നിനും തരില്ല. അത് ഇതിനെല്ലാം മേളിലാണ് ആ ഈശ്വര ശക്തി എന്ന് പറയുന്നത്. പ്രകൃതി നമുക്ക് കുറെ ദുഃഖങ്ങൾ തരുന്നു. അത് നമുക്ക് എന്താ പറയാ ശരീരത്തിന്റെ ക്ലേശങ്ങളായിട്ട്, രോഗങ്ങളായിട്ട്, അല്ലെ? നമ്മുടെ ദാരിദ്ര്യമായിട്ട് പല തരത്തിലുള്ള ആദിഭൗതിക ദുഃഖങ്ങളെല്ലാം നമുക്ക് വന്നു ചേരുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലേ നമുക്ക് അതിനി ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ജീവനെ ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഇത് അറിയണം. ഇപ്പൊ ചാന്തോക്യ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഈ ഒരു ജന്മരഹസ്യം എന്ന് പറഞ്ഞാൽ ജന്മത്തിന് കാരണമായിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോ അപ്പൊ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഇതുവരെയുള്ള ധാരണകള്, നമ്മൾ രണ്ട് ശരീരങ്ങളാണ്, ഒരു സ്ത്രീയും പുരുഷനും. ആ അണ്ടവും ബീജവും ചേരുമ്പോൾ ഒരു പുതിയ ജീവൻ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഇത് സത്യമല്ല എന്ന് ഉപനിഷത്ത് പറയുന്നു. ഇതൊരിക്കലും സത്യമല്ല. നമ്മുടെ റോൾ എന്താണ് അവിടെ? ഒരു പുരുഷനും സ്ത്രീയും ചേർന്നാല് അവിടെ ബീജ അണ്ടങ്ങൾ ചേർന്നാൽ ഒരു പുതിയ ജീവൻ ഉണ്ടാവുമെങ്കിൽ ഇതിന്റെ പുറകില് വേറെ എഫേർട്ട് ഒന്നും ഇല്ലേ? ഇത് അവരുടെ മാത്രമാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പേരൻസ് ആണ് എല്ലാം, അല്ലേ? എന്തുകൊണ്ട് പിന്നെ അവര് എന്നും നിലനിൽക്കുന്നില്ല? അവര് ഒരു സമയം കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മളെ ഉണ്ടാക്കിയവരെല്ലാം നമ്മളെ വിട്ടുപോകുന്നു. എന്തുകൊണ്ട് ശാശ്വതമായിട്ട് ഒരു ആലംബനം നമുക്ക് അവരിൽ കിട്ടുന്നില്ല? അപ്പൊ നശിച്ചു പോകുന്ന ദേഹങ്ങളോട് കൂടിയവരെയാണ് നമ്മള് എന്താ പറയാ സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഒരു ഒരു ചോദ്യമുണ്ട്. നമുക്ക് ശാശ്വതമായിട്ട് നമ്മൾ അനാഥരാണോ? നമ്മുടെ നാഥൻ ആരാണ്? നമുക്ക് ആരാണ് ആലംബനമായിട്ടുള്ളത്? അത് പറഞ്ഞു തരുന്നതാണ് ഈ പറയുന്ന ജന്മരഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് സത്യമല്ല എന്ന് പറയാൻ കാരണം എന്താ? ഒരു സ്ത്രീയും പുരുഷനും വിചാരിച്ചാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ പുറകിലേക്ക് പോകണം, അല്ലെ? ഈ ജീവൻ എങ്ങനെയാണ് ഒരു ശരീരത്തിൽ വന്നത്? അപ്പൊ അവര് ജീവികളായത്, ഇത് മനുഷ്യന്റെ കാര്യം മാത്രമല്ല, പ്രപഞ്ചത്തിലെ എല്ലാത്തിന്റെയും, മനുഷ്യരുടെ ആവട്ടെ, മൃഗങ്ങളുടെ ആവട്ടെ, പക്ഷികളുടെ ആവട്ടെ, എല്ലാത്തിന്റെ, ഉരകങ്ങളുടെ ആവട്ടെ, എല്ലാം തന്നെ നമ്മള്
ഓരോ എന്താ പറയാ ജന്മങ്ങളും നമ്മൾ പറയേണ്ട സ്വേദജം, അണ്ടജം, ജരായുജം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. മുട്ടയെന്ന് പൊട്ടി വരുന്നത്, പ്രസവിക്കുന്നത്, വിയർപ്പിൽ നിന്നുണ്ടാകുന്നത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ജീവികൾക്കും ഇത് ബാധകമാണെന്നാ പറയുന്നത്. കാരണം എന്താ ആ ഒരു ജീവൻ ശരീരത്തിൽ കയറുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ മനുഷ്യരെല്ലാറ്റിനും എന്താ ആ മനുഷ്യർ മാത്രമല്ല, മനുഷ്യർ ഇത് അറിയണം. കാരണം മറ്റുള്ള ജന്തുജാലങ്ങൾക്ക് ഇത് അറിയാൻ പറ്റില്ല. അപ്പൊ മനുഷ്യർക്ക് മാത്രമേ മനന ശക്തിയുള്ളൂ, മനസ്സുള്ളൂ. അപ്പോ ഇത് ഒരു നിസ്സാര കാര്യമല്ല. ഈ ജീവൻ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ, അതായത് ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രപഞ്ചത്തിന്റെ താളം, സ്പന്ദം എല്ലാം നമ്മുടെ ഗതിയിൽ അനുഭവിച്ചറിയാൻ സാധിക്കൂ. നമ്മൾ പറയില്ലേ, ഒരു പ്രപഞ്ച താളം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളും പ്രപഞ്ചവുമായിട്ട് ഒരു നല്ല വൈബ്രേഷൻ ഉണ്ടായിരിക്കണം. പ്രപഞ്ചം വേറെ, ഞാൻ വേറെ എന്നുള്ള ഒരു ബോധം വരാൻ പാടില്ല. എല്ലാ തന്ത്രശാസ്ത്രങ്ങൾ ഉൾപ്പെടെ ഇത് തന്നെയാ പറയുന്നത്. കാരണം അമ്മയാണ് ഈ 36 തത്വങ്ങൾ. കാശ്മീർ ശൈവിസത്തിൽ നമ്മൾ പറയുന്നത് എന്താ? 36 തത്വങ്ങളായിരിക്കുന്നത് അമ്മയാണ്, ലളിത ത്രിപുര സുന്ദരിയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പ്രകൃതിയോട് ഒരു സ്നേഹം വന്നു അല്ലേ. അപ്പൊ ആ ശക്തി തന്നെയാണ് നമ്മുടെ ഉള്ളിലെ കുണ്ടലിനി സ്വരൂപത്തിൽ ഇരിക്കുന്നത്. അപ്പൊ യഥാ ബ്രഹ്മാണ്ടം തഥാ പിണ്ടാണ്ടം എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഇല്ലെങ്കിൽ എത്രയോ ജന്മങ്ങൾ നമ്മൾ ഇത് അറിയാതെ പോകുന്നു. അപ്പൊ ഇതിനു പുറകില് ഒരു മഹാശക്തി, ആ ഒരു മഹാശക്തി ഉണ്ട്. അതിനെ നമ്മൾ ഏത് പേരിൽ വേണമെങ്കിലും വിളിക്കാം. ആ ചൈതന്യത്തെ നമ്മൾ ബ്രഹ്മനെന്നോ, ദേവിയെന്നോ, ശിവനെന്നോ, എനർജി ഫോം എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഈ പ്രപഞ്ച സൃഷ്ടി രഹസ്യം തന്നെ അതായത് ഇങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ പറയില്ലേ, പ്രപഞ്ച നാടകം. കാലത്തിലൂടെ നമുക്കറിയില്ല, കാലം എന്ന് പറയുന്നത് ഒരു പ്രവാഹമാണ്. അതിൽ വരുന്ന ജസ്റ്റ് ചില കുമിളകൾ മാത്രമാണ് നമ്മൾ എപ്പോ വരുന്നു, ഇനി എപ്പോ വരും, എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒന്നും നമുക്കറിയില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന് പറയുന്നത്. ഇത് എന്നെന്നും തുടരും. അപ്പൊ വന്ന സമയത്ത് നമുക്കൊരു മനുഷ്യജന്മം കിട്ടി, മനസ്സുണ്ട്, ചിന്തകളുണ്ട്, ബുദ്ധിയുണ്ട്. അപ്പൊ നമ്മൾ ഇത് അറിയണം. നമുക്ക് മുമുക്ഷുത്വമുണ്ട്, നമുക്ക് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ഉപാസനാ മാർഗത്തിൽ പ്രവേശിച്ച ഓരോ കുഞ്ഞും ഇത് അറിയേണ്ടത് ഉണ്ട്. എന്നിട്ട് എന്താ വേണ്ടത്? അറിഞ്ഞു കഴിഞ്ഞാല് ആ ശക്തിയെ നമ്മൾ നമസ്കരിക്കണം, ശരണാഗതി ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അറിയുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത്രയും നമ്മുടെ ശരീരത്തിൽ ഈ ആണവമലം, മായികമലം, കാർമികമലം, 3 മലത്രയങ്ങളാണ് മനുഷ്യനെ ആ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത് അല്ലെ. ഞാനാണ് എല്ലാം, എന്റെ ശരീരമാണ് എല്ലാം, എന്റെ മനസ്സാണെല്ലാം എന്നുള്ള ഒരു ബോധം. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് ഇവിടെ ഒരു നിലനിൽപ്പും ഇല്ല, നമ്മുടേതായിട്ട് സ്വന്തമായിട്ട് ഒന്നും ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന അഹങ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. എന്നേക്കുമായിട്ട് ഭണ്ഡാസുരനെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോ ആ ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ് എന്നൊക്കെ പറയുന്ന ആ ശക്തി നമ്മുടെ ആ ഉള്ളിലും പുറത്തും രണ്ടിടത്തും അത് തന്നെയാണ്. അതിനെ കണ്ടിട്ട് നമ്മൾ നമസ്കരിക്കണം അല്ലെ. ആ ഒരു അകത്തും പുറത്തുമുള്ള ശക്തി, അത് കണ്ണുകൾ 5 മടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിയിടണം. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് വേണം ഇതിനെ അറിയാനും നമസ്കരിക്കാനും. അപ്പൊ നമ്മൾ വിശ്വത്തിന്റെ ഒരു ചെറിയ സ്പന്ദനമാണ്. അത് നമ്മൾ തിരിച്ചറിയും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഞാൻ എന്ന അഹങ്കാരം അവിടെ എന്തായിട്ട് തീരും? അഹംബോധമായിട്ട് മാറും. നമുക്കറിയാം, നമ്മുടെ ഈ ഭൂമിയില് എല്ലാത്തിന്റെയും നിലനിൽപ്പ് എവിടെ നിന്നാണ്? നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ പ്രാണൻ തരുന്നത് ആരാണ്? സൂര്യനാണെന്ന് നമുക്കെല്ലാം അറിയാം അല്ലെ. അപ്പോ ഈ സൂര്യനാരായണൻ എന്നാണ് നമ്മൾ ഭഗവത്ഗീതയില് സൂര്യനെ പറയുന്നത്. അപ്പൊ ഈ സൂര്യനെ ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറയും അത് ഈശ്വര സൃഷ്ടിയാണെന്ന് പറയും. അപ്പൊ സൂര്യൻ എവിടെ നിന്ന് വന്നു? അല്ലെ, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പായിരിക്കുന്ന ചൂടും വെളിച്ചവും തരുന്ന ഏക സോഴ്സ് ആണ് സൂര്യൻ. സൂര്യനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത് തന്നെ. സൂര്യന്റെ പ്രതിഫലനമാണ് ചന്ദ്രൻ. ചന്ദ്രനെ ആ ഔഷധികളായിട്ട് നമുക്ക് ഈ പ്രപഞ്ച രാത്രിയും പകലും ഉണ്ടാവുമ്പോൾ 2 സോഴ്സ് ആണ് നമുക്കെല്ലാം കിട്ടുന്നത്. അപ്പോ ഈ സൂര്യനാണ് മെയിൻ അല്ലെ. സൂര്യൻ മാത്രം, ബാക്കിയുള്ള ഗ്രഹങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ബാക്കി എല്ലാം തന്നെ നമ്മളെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ കാരണം ഭൂമി അതിൽ നിന്നൊക്കെ ഒത്തിരി ദൂരെയാണ്. അതേസമയം സൂര്യൻ മാത്രമാണ്, സൂര്യന്റെ പ്രകാശശക്തിയും ചൂടുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കാൻ കാരണം. അപ്പൊ സൂര്യൻ എന്നത് എന്താണ്? ഒരു എനർജി ബോൾ ഓഫ് വൈബ്രന്റ് എനർജിയാണ്, ഒരു എനർജി ബോളാണ്, വൈബ്രന്റ് എനർജി എന്ന് പറയാം. എന്താണ് വൈബ്രന്റ് എനർജി? അത് വളരെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതാണ് നമുക്ക് ഹീറ്റ് ആൻഡ് ലൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് അല്ലെ. വിച്ച് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. നമുക്ക് ഈ ചൂടും
വെളിച്ചവും തരുന്ന ഒരു വൈബ്രന്റ് എനർജി ബോളാണ്. അപ്പൊ ഇത് വേറെ എന്തിന്റെയോ ഒരു ഭാഗമായിരുന്നു. അപ്പൊ ഇത് നമുക്കറിയാം, ഒരു ബിഗ് ബാങ് തിയറി അനുസരിച്ച് എല്ലാം പൊട്ടിത്തെറിച്ചിട്ടാണ് സൂര്യചന്ദ്രന്മാരൊക്കെ വന്നത്. സൂര്യൻ അതിന്റെ ഒരു ബോളാണ്. ഭൂമി തണുത്തുറഞ്ഞ് എന്താ പറയാ അത് ശീതീകരിച്ചതിന് ശേഷമാണ് ഇവിടെ ജീവന്റെ സ്പന്ദനം തുടങ്ങിയതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ എവിടെ നിന്നോ അല്ലെ, എവിടെ നിന്നോ ഒരു ഉണ്ടായിരുന്ന ഒരു സെൽഫ് ഇലൂമിനേറ്റിംഗ് പവർ അല്ലെ, ഇതുപോലെ സൂര്യനെ പോലെ 1000 മടങ്ങ് ജ്യോതിയായിട്ടുള്ള ആ ഒരു മഹാജ്യോതിയിൽ നിന്നാണ് എന്താ പറയാ ചൂട് കൊണ്ട് ഈ പറഞ്ഞ സൂര്യൻ എന്ന് പറയുന്ന ഒരു കഷ്ണം അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചു. അത് തന്നെ എത്രയാണ്, അത്രയും വൈബ്രന്റ് എനർജിയാണ് ഇല്ലെ. ഇത്രയും ചൂട് നമുക്ക് ഒരു 8 മണി കഴിഞ്ഞാൽ നല്ല ചൂട് സമയത്ത് 10 മണിയൊക്കെ കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. ഇത്രയും കിലോമീറ്റർ ദൂരെ ആയിരുന്നിട്ട് പോലും അതിന്റെ ആ പ്രഭാവം നമുക്ക് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സൂര്യന്റെ എത്രയോ മടങ്ങ് എന്താ പറയാ എനർജി ഉള്ള ഒരിടത്തു നിന്നാണ് ഈ സൂര്യൻ വന്നിരിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കണം. കാരണം അത് ആരാണ്, അത് എന്താണ് അത് അല്ലെ. അപ്പോ ഇത് എന്താ പറയാ വേറെ എന്തിന്റെയോ ഭാഗമായിരുന്നെങ്കിൽ അത് എന്തായിരിക്കും എന്ന് നമ്മൾ സ്വയം ചോദിക്കുന്നു. കാരണം ഇന്ന് ഈ ബ്രഹ്മാണ്ടത്തില് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഇത് വേറെ എവിടെ നിന്നോ വന്നാണ്. നമ്മൾ പറയുന്നു അനേക സൂര്യന്മാരുണ്ടായിരുന്നു. ഓരോ ഇപ്പൊ ദേവി മഹാത്മ്യമൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ, 227 ബ്രഹ്മാണ്ടം, 118, 784, ഇങ്ങനെ പല കണക്കുകൾ പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ സൂര്യനുണ്ടെന്ന്. അപ്പൊ ഈ സൂര്യൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രാണശക്തിയെ നിലനിർത്തുന്ന ഒരു കാര്യമാണ്, ഒരു എന്താ പറയാ ഒരു സോഴ്സ് ആണ്. ഇപ്പൊ സൂര്യൻ കാരണമാണ് നമ്മുടെ പ്രാണശക്തി, ബ്രെയിൻ സെൽസ്, തോട്ട് വേവ്സ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് പല രൂപത്തിലും. അത് പല അഗ്നികളായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ബ്രെയിൻ ആക്ടിവേഷൻ നടക്കുന്നത്. നമ്മുടെ സൂക്ഷ്മ തലങ്ങളായിരിക്കുന്ന തലച്ചോറ്, മൂക്ക്, ഹൃദയം, വയറ് എല്ലായിടത്തും പ്രവർത്തനങ്ങള് നല്ല ഭംഗിയായിട്ട് നടക്കുന്നത് ഈ സൂര്യന്റെ ആ ഒരു എന്താ പറയാ ആ ചെറിയ ചൂടും അതിന്റെ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അതിനെ ഒരു മാഗ്നറ്റ് എന്ന് തന്നെ പറയാം. അതിൽ നിന്ന് ഇങ്ങനെ എന്താ ഒരു സ്പന്ദനം പ്രവഹിച്ചുകൊണ്ടേയിരിക്കണം. അതുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ നമ്മള് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള മനുഷ്യന് മാത്രം സിദ്ധിച്ചിട്ടുള്ള ഈ ഇതിനകത്ത് തന്നെ പല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അത്ഭുതകരമായിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ മെയിൻ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ സൂര്യനാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലായിട്ട് എന്താണ് ഈ നമുക്ക് ഈ എന്താ പറയാ ഉള്ളിലെ ചിന്തകള് എല്ലാം തന്നെ നമുക്ക് ചുറ്റും ഒരു ഓറ സൃഷ്ടിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഒരു വ്യക്തിയുടെ മാനസിക നില എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഓറ എന്ന് പറഞ്ഞാൽ അതും ഈ സൂര്യന്റെ ലൈറ്റ് അനുസരിച്ചാണ് പറയുന്നത്. 7 നിറങ്ങളുണ്ട് അതിന്. അതിൽ ചില ഓറയ്ക്ക് ആ ഒരു നിറങ്ങൾ വ്യത്യാസമായിരിക്കും. നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ആ എനർജി എപ്പോഴും നമുക്ക് എന്താ പറയാ ഒരു നല്ല ഗോൾഡൻ ഓറയായിരിക്കും നമ്മുടെ ചുറ്റും. നമുക്ക് എപ്പോഴും നല്ല ചിന്തകൾ. സൂര്യൻ നമുക്ക് ചുമന്ന നിറമാണ് അല്ലെ. ഉദിച്ചു വരുന്ന സൂര്യൻ ചുവപ്പ്, അതിൽ നിന്ന് കടും ചുവപ്പ്, പിന്നെ എന്താ തിളച്ചു മറിയുന്ന അഗ്നിയുടെ നിറമാണ് സൂര്യന്. വൈകുന്നേരം സായങ്കാലം ആവുമ്പോൾ വീണ്ടും അത് എന്താ പറയാ ഒരു ഓറഞ്ച് ഗോൾഡൻ കളറായിട്ട് മാറും. അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്കൊരു ഗോൾഡൻ ഓറയായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പൊ എപ്പോഴും നമുക്ക് വേണ്ടത് ആ പോസിറ്റീവ് തിങ്കിങ് ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മന്ത്രജപം, ഈശ്വര പൂജകള്, സത്സംഗങ്ങള്, നല്ല കൂട്ടുകാരായിട്ടുള്ള ചങ്ങാത്തം ഒക്കെ നമുക്ക് അനിവാര്യമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ആ പോസിറ്റീവ് എനർജി പുറത്തും ഉള്ളിലും നമുക്ക് വേണം. അപ്പൊ ഈ പോസിറ്റീവ് എനർജി വെളിയിൽ നിന്നല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്, ഇത് നമ്മുടെ ഉള്ളിലുള്ളതാണ് അല്ലേ. അപ്പോ പ്രകൃതി എന്ന് പറഞ്ഞാല് സദാ ശുദ്ധമാണ്. അവിടെ നെഗറ്റീവ് ഇല്ല. മനുഷ്യരുടെ ചിന്തകളും പ്രവൃത്തിയുമാണ് പ്രകൃതിയെ പൊല്യൂട്ട് ചെയ്യിക്കുന്നത്. പ്രകൃതി എപ്പോഴും ശുദ്ധമാണ്. നമ്മള് കാടുകള്, മലകള്, സമുദ്ര തീരങ്ങള് അല്ലെങ്കിൽ നദീതടങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയില്ലേ നല്ല പോസിറ്റീവ് എനർജി അല്ലെ. നല്ല നല്ല വായു, ശുദ്ധവായു ശ്വസിക്കാം. എന്താ ശുദ്ധവായു അവിടെ മാത്രമേ ഉള്ളൂ? എന്തുകൊണ്ടാണ് നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ശുദ്ധവായു അശുദ്ധമാവുന്നത്? നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മളെ ചിന്തകള്, നമ്മുടെ നെടുവീർപ്പുകള്, നമ്മുടെ സങ്കടങ്ങള്, നമ്മൾ അന്യരെ ദുഷിക്കുന്നത്, അന്യര് നന്നാവുന്നതിലുള്ള അസൂയ കൊണ്ട് ഓരോന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മൾ ആ വായു കലരുന്നത് നമ്മൾ താമസിക്കുന്ന, അതായത് ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി പോലെ അല്ല ഗ്രാമം. കുറച്ചുകൂടെ വീടുകൾ അകന്നകന്ന് കുറച്ചുകൂടെ സ്ഥലവും ഒക്കെ ഉണ്ടാവും. സിറ്റി എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് താമസിക്കുന്ന
ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് മനുഷ്യരുടെ ചിന്തകളും തോട്ട് വേവ്സും പ്രകൃതിയിൽ ലയിക്കുക. അപ്പൊ അവിടെ എന്താ പറയാ കുറച്ചുകൂടെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതിനെല്ലാം വകഞ്ഞ് മാറ്റി നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ. അതേസമയം കാടും മേടും സമുദ്രതരങ്ങളും തീർത്ത സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഒരു സുഖാണ്. വായു വളരെ ശുദ്ധമാണ് അല്ലേ? അവിടുത്തെ കാറ്റിനൊക്കെ നമ്മൾ പറയും എന്തൊരു സുഖാണ് ഇല്ലേ? ഒന്നും വേണ്ട. കടൽ തീരത്ത് ആളുകൾ എന്തിനാ സമുദ്ര തീരത്തൊക്കെ വൈകിട്ട് പോകുന്നത്? ശുദ്ധമായിരിക്കുന്ന കടൽ കാറ്റ്. അതിനവിടെ അശുദ്ധമൊന്നുമില്ല. കാരണം അത്രയും വാസ്റ്റ് ആയിട്ട് ഇങ്ങനെ എന്താ പറയാ പടർന്ന് കിടക്കുന്നോണ്ട് നമ്മുടെ ചെറിയ തോട്ടൊന്നും അവിടെ പൊല്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെയല്ല ഇടുങ്ങിയിരിക്കുന്ന ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത്. അപ്പൊ ഈ വായുവിനെ പൊല്യൂട്ട് ചെയ്യുന്നതും ശുദ്ധമാക്കുന്നതും എന്താണ്? അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മുടെ ചിന്തകള് നമ്മൾ പുറത്തേക്ക് വിടുന്ന ഉച്ഛ്വാസ വായുക്കളാണ് അല്ലേ? അപ്പോ ഈ വായുവിനെ ആകാശത്ത് ആകാശത്തെ ഒക്കെ ദൂഷിപ്പിക്കുന്നത് മനുഷ്യരുടെ ചിന്തകളും പ്രവൃത്തിയും തന്നെയാണ്. അതുകൊണ്ടാണ് പല പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന കാറ്റ്, ജലം, അഗ്നി. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ദ്രൗശാന്തി. ദ്രൗ എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം അല്ലേ? അന്തരീക്ഷം ശാന്തി. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്കുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയും നമ്മള്. അത് ശാന്തിയാവട്ടെ. പൃഥ്വി ശാന്തി. പൃഥ്വിക്ക് ശാന്തി ഉണ്ടാകട്ടെ. ആപശാന്തി. ജലത്തിന് ശാന്തി ഉണ്ടാകട്ടെ. അല്ലെ? ഇങ്ങനെ ഓരോ ഔഷധയ വനസ്പതി എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയാ? ബ്രഹ്മശാന്തി. സർവം ശാന്തി. ശാന്തിരേവ ശാന്തി. നമുക്ക് ആ ശാന്തി എന്ന് പറഞ്ഞാൽ സമാധാനത്തിലാണ് സമാധാനം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ കാരണം എന്താ? ഇതിന് ശാന്തി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനോ നമ്മുടെ ആ ചിന്തകളെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് ആ ഒരു ഉപാസന എന്ന് പറയുന്നത് എന്താ? എന്തുകൊണ്ട് ഈ ഋഷിമുനിമാരൊക്കെ ചെന്ന് പർവ്വതങ്ങളിൽ ഇരുന്ന് തപസ് ചെയ്യുന്നത്? അവിടെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ഈ മഹാസത്യത്തെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ്. കാരണം ഈ പഞ്ചഭൂതങ്ങളിലൊക്കെ തന്നെ മനുഷ്യന്റെ ചിന്തകളും പ്രവൃത്തിയും വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. കാരണം ജലം, അഗ്നി, കാറ്റ് ഇതെല്ലാം തന്നെ ആ മനുഷ്യ ജീവിതത്തെ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും മനുഷ്യന്റെ സഹായത്തിനാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉള്ളത് അല്ലെ? അവരെ ഒരുപാട് പൊല്യൂട്ട് ചെയ്താൽ അവരും തിരിച്ച് മനുഷ്യ ജീവിതത്തെ ദുഷ്കരമാക്കും. കാരണം ഈ അന്തരീക്ഷം ഒരു മാധ്യമമാണ്, ഒരു മീഡിയമാണ്. അപ്പൊ ഈ മീഡിയത്തിലൂടെയാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ ചിന്തകളെല്ലാം വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു മനസ്സിൽ നിന്നാണ്. ചിന്തകൾക്കൊരു മീഡിയം വേണം അല്ലെ? ചിന്തകളുടെ മീഡിയത്തിനെയാണ് നമ്മൾ മനസ്സ്. സദാ ചഞ്ചലാത്മികയായിട്ടിരിക്കുന്ന മനസ്സ്. ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു സമാധാനം ഇല്ല. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്താ ഒരു സമാധാനം ഇല്ല. എന്താ സമാധാനം? ആ സമാധാനം നമ്മൾ പുറത്തൊന്നും അന്വേഷിച്ച് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിലെ തോട്ട് പ്രോസസ് ആണ് നമുക്ക് സമാധാനം തരാത്തത്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച്, ഫ്യൂച്ചർ ആ അൺസർട്ടനിറ്റിയെ കുറിച്ച്, പഴയ കാര്യങ്ങള്, പഴയ ഫ്രണ്ട്സ്, അവര് പിണങ്ങിയ കാര്യങ്ങള്, അല്ലെ അവര് പണം തരാനുള്ളതിനെ കുറിച്ച്, റിലേഷൻഷിപ്സിനെ കുറിച്ച്, ഇതാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് പ്രസന്റിൽ നിൽക്കുന്നില്ല. പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിൽ നിൽക്കുന്ന മനസ്സ് എപ്പോഴും എന്താ? ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ ഈ ചിന്തകളെല്ലാം തന്നെ എവിടുന്നാ വരുന്നത്? ആ വരുന്ന ഒരു സോഴ്സിന്റെ പേരാണ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മള് എന്താ പറയാ ബോഡി മൈൻഡ് കോംപ്ലക്സ് എന്നൊക്കെ പറയും. ആ മനസ്സിന് തന്നെ 4 അറകളുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതില് ബുദ്ധിക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ ചിന്തിച്ചുറപ്പിച്ചിട്ടാണോ എല്ലാ കാര്യം ചെയ്യണം? ബുദ്ധി അവിടെ വെറുതെ അവിടെ വെച്ചേക്കും. എല്ലാം മനസ്സാണ് ഡിസിഷൻ എടുക്കുന്നത്. ചിത്തം, അഹങ്കാരം നമ്മൾ അറിയുന്നില്ല. കാരണം ചിത്തം എന്ന് പറയുന്നത് പാസ്റ്റ് സംസ്കാരങ്ങളെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ആണവമലം, ജനിച്ചപ്പോഴേ ഞാനെന്നിരിക്കുന്ന ബോധം. ഇത് രണ്ടിനും ഒരു റോളും ഇല്ല. ഉള്ളത് ബുദ്ധിക്കും മനസ്സിനാണ്. ബുദ്ധി അവിടെ വെറുതെ ഇരിക്കും. നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറഞ്ഞ് അവിടെ വെച്ചിരിക്കണം. നമ്മൾ ചോദിക്കാറില്ല ബുദ്ധിയോടൊന്നും. മനസ്സുകൊണ്ട് ഓരോ വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെട്ട് ഓരോ തീരുമാനം എടുക്കും അല്ലെ? അതിനെ എടുത്തു മാറ്റും. രാവിലെ ഒരു തീരുമാനം, വൈകിട്ട് ഒരു തീരുമാനം എടുക്കും. രാവിലെ എടുത്ത തെറ്റാണ് വേറൊരാൾ പറയണ കേട്ട് അതിനെ മാറ്റും, ഒരു ഉപാസനാ മാർഗത്തെ മാറ്റും അല്ലെ? ഈശ്വരനെ വരെ മാറ്റും. രാവിലെ വിഷ്ണുവിനെ പൂജിക്കും, വൈകുന്നേരം ശക്തിയെ പൂജിക്കും. ഇതിൽ ശക്തി ആർക്കാണെന്ന് വേറെ പലരോടും ചോദിക്കും. നമ്മൾ ഒന്നിലും നമ്മുടെ മനസ്സ് ഉറച്ചു നിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ചിന്തകൾ കൊണ്ട് കലുഷിതമാകുന്നത്. പക്ഷെ ഈ മനസ്സെന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? മനസ്സ് എന്താണ്? വാക് എന്ന് പറയുന്ന ഒരു ശക്തി. ആ ശക്തി വരുന്നത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ പര എന്ന് പറഞ്ഞാൽ അൺസീൻ, ബിയോണ്ട് എന്നൊക്കെ പറയും. അവിടെ നിന്നാണ് ഈ ഈ എന്താ പറയാ വാക് ശക്തി വരുന്നത്. വാക് ശക്തി തന്നെ ചിന്തകളാണ് വാക്കായിട്ട് വരുന്നത് അല്ലെ? എന്താ വാക്കും ചിന്തയും മനസ്സും തമ്മിലുള്ളത്?
ആ പര എന്ന് പറയുന്ന ബിയോണ്ട് ആയിരിക്കുന്ന മൂലാധാരത്തിൽ ഇരിക്കുന്ന ആ പ്രാണശക്തി പ്രകൃതിയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരി അത് ഒരിക്കലും മറന്നു പോകരുത്. കാരണം തന്ത്ര ഉപാസനയിൽ ഏറ്റവും പ്രധാനമാണത്. കാരണം നമ്മൾ പ്രകൃതിയായിട്ട് കാണുന്ന ലളിതാ ത്രിപുര സുന്ദരി നമ്മുടെ ഉള്ളില് നമ്മുടെ പരയായിട്ട് ബിയോണ്ട് ആയിട്ട് പരാശക്തി എന്ന് നമ്മൾ പറയില്ല, ആ പര എന്നുള്ള ഫോമില് കുണ്ടലിനിയായിട്ട് മൂന്നര ചുറ്റായിട്ട് നമ്മുടെ ആ ഒരു സ്വയംഭൂ ലിംഗത്തിൽ കിടക്കുന്നു. ആ പരാവാക്ക് അവിടെ നിന്നാണ് നമുക്ക് സംസാരിക്കാനുള്ള ചിന്തകള് എല്ലാം പുറപ്പെടുന്നത് അവിടെ നിന്നാണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പ്രാണശക്തി എങ്ങനെയാണോ നമ്മള് ആ ഒരു ഇടത് വലത് മൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത്, ആ കാറ്റ് തട്ടി നമ്മുടെ മൂലാധാരത്തെ ഉണർത്തിക്കൊണ്ട് അവിടുന്ന് പശ്യന്തിയായിട്ട് ആ പശ്യന്തി അത് രണ്ടാമതൊരു ചെറിയ ചിന്തകളാകുന്നു. അവിടുന്ന് മധ്യമ ഹൃദയത്തിൽ എത്തുമ്പോൾ അതിനൊരു രൂപം വരുന്നു. എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയേണ്ടത്, എന്നിട്ട് അത് ശിവനുമായിട്ട് ചെന്ന് സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് അനുവാദം വാങ്ങിച്ച് ചേർന്ന് വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും ചേരുമ്പോഴാണ് വാക്കായിട്ട് പുറത്തു വരുന്നത്. ആ ചിന്തയ്ക്ക് ഒരു പൂർണ്ണ രൂപം വന്ന് ആ ശിരസിൽ ചെന്ന് അത് നമ്മുടെ വൈഖരിയായിട്ട് നമ്മുടെ വായിലൂടെ പുറത്തു വരുന്നു, അല്ലെ? തൊണ്ടയിലൂടെ വിശുദ്ധി ചക്രത്തിലൂടെ വരുന്നത് വൈഖരി. ഇതൊരു ചെറിയ പ്രോസസ് അല്ല. ഈ വാക്കാണ് നമ്മുടെ വാക് ശക്തി എന്ന് പറയുന്നത് തന്നെയാണ് തോട്ട് പ്രോസസ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ നമ്മൾ കണ്ടു, നമുക്ക് അവിടെ പ്രകൃതി ഉണ്ടാകുമ്പോ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുമ്പോ എന്താണ് ആ ഒരു നാദം, അകാരം ഉകാരം അകാരങ്ങളാകുന്ന പ്രണവം. അവിടെ നിന്നാണ് ആ ശക്തിയിൽ നിന്ന് ആ ഒരു വാക് ശക്തിയിൽ നിന്നാണ് നാമരൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. 51 അക്ഷരങ്ങളാണ് ഈ പ്രകൃതിയുടെ ബേസ്. അപ്പൊ ഈ അൺസീൻ അല്ലെങ്കിൽ ബിയോണ്ട് എന്ന് പറയുന്ന ആ യൂണിവേഴ്സൽ കൺസെപ്റ്റ് എവിടെയാ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളില് നമ്മുടെ മൂലാധാരത്തിലാണ് ഇരിക്കുന്നത്. ഓരോ വ്യക്തിയും എന്താ പറയാ ആ ഒരു നല്ലത് നന്മ ചിന്തിച്ചാല് എല്ലാം ഒരേ നിലയിലാണെങ്കിൽ ആ യൂണിവേഴ്സൽ പവേഴ്സ് എല്ലാം തന്നെ എന്താ പറയാ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പലരും ചെയ്തിട്ടുണ്ടല്ലേ, ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് അവർ ഈശ്വരനെ വിളിക്കുക, അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. ഉറപ്പായിട്ടും വരാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാ മഴ പെയ്യുന്നത്? യാഗങ്ങളില് എല്ലാവരും ഒരേ പ്രാർത്ഥനയോടുകൂടി ആ ഹവിസിൽ ഹോമിക്കുമ്പോ ആ മഴ പെയ്യണേ, പ്രകൃതിയോട് നമ്മള് ആ ഒരു എന്താ പറയാ ഒരു നമ്മുടെ പ്രാർത്ഥന അവിടെ വെക്കുകയാണ്. അപ്പൊ മഴ പെയ്യുന്നു. അപ്പോ എല്ലാവർക്കും പ്രാർത്ഥന ഒരേ മനസ്സോടുകൂടി ചെയ്താൽ അവിടെ ഉറപ്പായിട്ടും ആ ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് പ്രകടമാകും. എന്തുകൊണ്ടാണ് നമുക്ക് പ്രകടമാകാത്തത്? കാരണം പല മനുഷ്യര് പലത് ചിന്തിക്കുന്നു, അല്ലെ? ചിന്തിക്കുന്നതല്ല പറയുന്നത്, പറയുന്നതല്ല ചെയ്യുന്നത്. ത്രികരണ ശുദ്ധിയേ ഇല്ല. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ അവർ ചെയ്യണമെന്നില്ല. അങ്ങനെ പ്രകൃതിയിൽ വരെ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ യൂണിവേഴ്സൽ പവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ യൂണിവേഴ്സൽ പവർ എന്താ? പഞ്ചഭൂത ശക്തി. ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. ഇത് രണ്ടും വേറെയല്ല. അപ്പൊ നമ്മൾ വിചാരിച്ച അതിനെ മാറ്റാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറ്റും. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ആശ്രമങ്ങളിലെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്നത്? ആശ്രമം ശാന്തമായിരിക്കുന്ന സ്ഥലം, ശ്രമമില്ലാതെ ജീവിക്കുന്ന സ്ഥലമാണ് ആശ്രമങ്ങൾ, ഇല്ലേ? അവിടെ എപ്പോഴും ഈശ്വരനെ കുറിച്ചുള്ള ചിന്തകള്, ഇല്ലേ? പൂജകള്, സത്സംഗങ്ങള്, അവിടെ ഇരിക്കുന്ന ആൾ ഒരു ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഗുരു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം കിട്ടുന്നു. അതെന്താ? നമ്മുടെ വീട് നമ്മൾ ആശ്രമമാക്കാം നമുക്ക്. നമ്മുടെ പൂജാമുറി ഇരിക്കുന്ന നമ്മുടെ ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഗൃഹം. ആ ഗൃഹം നമ്മുടെ ശരീരം, ഇനിയിപ്പോ പോണ്ട, വെളിയിലോട്ട് പോണ്ട, നമ്മുടെ ശരീരം അല്ലെ ക്ഷേത്രമാണെന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം പഠിച്ചിരിക്കുന്നു. ഇതം ശരീരം കൗന്ദേയ, അല്ലെ? ഇത് മാത്രം വിചാരിച്ചാൽ മതി. ഈ ക്ഷേത്രത്തില് ഈ ക്ഷേത്രജ്ഞനെ അറിയാതെ ഇരിക്കുന്നതുകൊണ്ടാണ്, ശരീരം ക്ഷേത്രമല്ലാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നില്ല, ചഞ്ചലമായിരിക്കുന്നു മനസ്സ്, ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ നല്ല നല്ല ചിന്തകള്, ആ ഒരു മോശവുമായിരിക്കുന്ന ചിന്തകൾക്കെല്ലാം തന്നെ പ്രപഞ്ചത്തില് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. നമ്മൾ വിചാരിക്കും, ഓ ഞാൻ മാത്രമല്ലേ അറിയുന്നുള്ളൂ എന്റെ ചിന്തകൾ. അല്ല, നമ്മുടെ ചിന്തകൾ തോട്ട് വേവ്സ് ആയിട്ട് പ്രപഞ്ച മനസ്സിലോട്ട് പോവുകയാണ്. പ്രപഞ്ച മനസ്സെന്ന് പറഞ്ഞൊന്നുണ്ട്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അതേ തോട്ട്സ് പ്രപഞ്ച മനസ്സില് ആ അനുരണനങ്ങൾ ഉണ്ടാക്കും. ഇതിനെയാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു എന്താ പറയാ, ഇവിടെ ഒരു ചിത്രശലഭം ചിറകടിച്ച് ഇല്ലെങ്കിൽ അത് കിടന്ന് കഷ്ടപ്പെട്ട് അത് മരണവെപ്രാളപ്പെട്ടാൽ അതിന്റെ ആ ഒരു എന്താ പറയാ ചെറിയ സ്പന്ദനമെങ്കിലും സൗത്ത് ആഫ്രിക്കയിൽ വരെ സംഭവിക്കുമെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ലോകം എന്ന് പറയുന്ന ഈ ലോകം മൊത്തം ഉള്ള വായുമണ്ഡലം പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് അർത്ഥം, അല്ലെ? ഒരിടത്ത് സംഭവിക്കും. നമ്മളെ കൊറോണ നമ്മൾ വിചാരിച്ചിട്ടാണോ നമുക്ക് വന്നത്? അപ്പൊ അവിടെ ഒരാൾക്ക് കിട്ടി, അതിങ്ങനെ വന്നു, വായുവിലൂടെ പടർന്ന് പടർന്ന് ലോകം മൊത്തം വ്യാപിച്ച് എല്ലാവർക്കും സംഭവിച്ചു, അല്ലെ? കൊറോണ കിട്ടിയ ആള് എന്താ പറയാ അവരെ എന്താ പറയാ സെപ്പറേറ്റ് ചെയ്തിരുന്നാലും അവരിൽ ഒരാളുമായിട്ട് സമ്പർക്കപ്പെട്ടു, അങ്ങനെ 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 ചെയിൻ ഓഫ് ആക്ഷൻസ്. ഇത് തന്നെയാണ്.
എന്ത് എവിടെ സംഭവിച്ചോ, ആരെന്ത് ചെയ്യുന്നു അതിൻ്റെത് ആ കോസ് ആൻഡ് ഇഫക്ട് തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യുന്ന ആളിന് മാത്രമല്ല വെറുതെ ഇരിക്കുന്ന ആളുകൾക്കും അത് വന്നു ചേരും. അപ്പൊ നമ്മൾ പറയും നമ്മൾ വെറുതെ ഇരുന്നു, നമ്മൾ എന്ത് തെറ്റ് ചെയ്തു, പക്ഷെ അത് അനുഭവിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. കാരണം ഈ പ്രപഞ്ചത്തിലാണ് നമ്മളും ജീവിക്കുന്നത്, അല്ലേ? അപ്പോ ഈ ചിന്തകളുടെ ഫലമായിട്ടുള്ള പ്രതികർമ്മങ്ങൾ ആയിരിക്കും നമുക്കും വന്നു ചേരുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പൊ നമുക്ക് എന്താ ഈ പ്രകൃതിക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ കുറച്ച് നല്ലത് പ്രകൃതിക്ക് കൊടുക്കുക. പ്രകൃതി നമുക്കിപ്പോ എന്താ തന്നിരിക്കണമെന്ന് നല്ല ഭംഗിയായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെയാ ഇവിടെ വന്നത്, അല്ലേ? അപ്പൊ ഇവയാണ് ഈ നമുക്ക് കിട്ടിയ ഈ ശരീരം പഞ്ചഭൂതങ്ങളുടെ ദാനമാണ്. അവര് തന്ന ദാനം വെച്ച് കുഴച്ചുണ്ടാക്കിയ ഒരു ശരീരമാണ് നമ്മുടേത്. അപ്പൊ അവർക്ക് നമ്മള് എന്താ തിരിച്ചു കൊടുക്കാനുള്ളത്? നമ്മളൊരു നന്ദിയെങ്കിലും പറയണ്ടേ? എല്ലാ തന്ത്രശാസ്ത്രം ഉപാസിക്കുന്നവരും നമ്മൾ പറയാറുണ്ട് ഈ ദ്രൗശാന്തി നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം. ഡെയിലി രാവിലെയും രാത്രിയും എല്ലാ പൂജകളും കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ എല്ലാ ജപങ്ങളൊക്കെ കഴിയുമ്പം എല്ലാം ശാന്തി വരട്ടെ, ശാന്തിരേവ ശാന്തി, ശാന്തിക്ക് ശാന്തി ഉണ്ടാകട്ടെ, അല്ലെ? സമാശാന്തിരേധി, എന്റെ മനസ്സ് അതിൽ പ്രതിഷ്ഠിതമാകട്ടെ. ഇത് പറയണം. എന്തുകൊണ്ടാ പറയുന്നത്? കാരണം അവരും നമ്മളുമായിട്ട് അത്രയും ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരുജി ഇത് നമ്മുടെ ഈ ബുക്കിലെ ആദ്യത്തെ അവസാനത്തെ ശാന്തി മന്ത്രമായിട്ട് എടുത്തിരിക്കുന്നത്. വേറെ ഒന്നും എടുത്തിട്ടില്ല. കർണം ഭദ്രേ വിഷ്ണുയാമദേവ ഒന്നും എടുത്തില്ല. ഇതെടുക്കാൻ കാരണം എന്താ? പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായിരിക്കുന്ന ബന്ധം ഉള്ളത് കൊണ്ടാണ്. അപ്പോ നമ്മള് എവിടുന്ന ഈ കർമ്മങ്ങൾ നമ്മൾ പറയില്ലേ കോസ് ആൻഡ് ഇഫക്റ്റ് എന്നൊക്കെ, ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് എവിടുന്നാ വരുന്നത്? ഇത് നമ്മൾ കാണുന്നുണ്ടോ? ഈ റിയാക്ഷൻ ആക്ഷനും കാണുന്നില്ല, റിയാക്ഷൻ മാത്രം കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യണു. ഇതിന്റെ ഫലം റിയാക്ഷൻ ആണ്. നമുക്ക് വരുന്ന ദുഃഖങ്ങൾ ഇതാരാ തരുന്നത്? ഈ പ്രകൃതി. പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് വരുന്നത്. നമുക്കൊരു ആക്സിഡന്റ് പറ്റുന്നു, നമ്മൾ പറയുന്നത് ആക്സിഡന്റ് ആണ്, പെട്ടെന്ന് വന്നു ചേർന്നു. അതിനൊരു ഇഫക്റ്റ്, ഒരു കോസ് ഉണ്ടായിരുന്നു എന്ന് പിന്നെ നമുക്ക് മനസ്സിലാവും. നമുക്കതറിയില്ല. അതുകൊണ്ട് നമ്മൾ ആ തെറ്റിൽ പശ്ചാത്തപിക്കുന്നില്ല. നമ്മൾ പറയുന്നു നമുക്ക് എന്തോ ഒരു ദുർവിധി, അല്ലെ? നമുക്ക് എന്തോ വന്നു ചേർന്നു. ഞാൻ ഇങ്ങനെ ഒന്നും വരേണ്ട ആളല്ല, ഞാൻ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ്, എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു ചേരണം. എത്രയോ പേര് പറയാറുണ്ട്. നമുക്കെന്താ ആരെങ്കിലും അടിച്ചേൽപ്പിച്ച് നമ്മുടെ മനുഷ്യര് നടത്തുന്ന നീതിയാണോ അവിടെ നടക്കുന്നത്? അല്ല. ഒരു കള്ളവും ഇല്ലാതെ എന്താണോ ഈശ്വരന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിന് 1000 മടങ്ങ് ദേവി നമുക്ക് അനുഗ്രഹം തരുന്ന വ്യക്തിയാ. അപ്പൊ നമുക്ക് ചെയ്യുന്നതിന്റെ ഫലം വേറൊരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവനവൻ തന്നെ അനുഭവിച്ചു തരും. ഇതാണ് കർമ്മ സിദ്ധാന്തം. ഇതാണ് പുനർജന്മ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കർമ്മവും പുനർജന്മവും തമ്മിൽ ബന്ധപ്പെട്ടു. ജന്മാന്തരങ്ങളായിട്ട് അനുഭവിച്ച് തീരുന്നില്ല, ഇനിയും കിടപ്പുണ്ട്. ചിലര് പറയും 80, 90 വയസ്സ് ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ ഇനിയും അനുഭവിച്ച് തീർന്നിട്ടില്ല ഈശ്വര, ഇനിയും അനുഭവിക്കാൻ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഉണ്ടെങ്കിൽ അനുഭവിച്ച് തന്നെ തീരണം. ഒരു ഡെഡ് വെജിറ്റബിൾ ആയിട്ട് കിടന്നാൽ പോലും ശരീരത്തിന്റെ പ്രാരാബ്ധം തീരാതെ പോവില്ല. അപ്പൊ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അവനവൻ തന്നെ. ഇനി എത്ര ഇവിടുന്ന് ഒളിച്ചു പോയാലും, ഇനി ആത്മഹത്യ ചെയ്തിട്ട് ഇനി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു പോയാലും അതിന്റെ ഇരട്ടി ആ ചെയ്തതിന്റെ ആത്മാവിനെ ഹനിക്കാൻ പറ്റില്ല. ആ ചെയ്തതിന്റെയും കൂടെ ഈശ്വര വിധിക്ക് വണങ്ങി ഇതെല്ലാം എന്റേതാണ്, ഞാൻ ചെയ്യാൻ റെഡിയാണ് അമ്മ, എനിക്ക് അമ്മ കൂടെ ഉണ്ടായിരുന്നാൽ മതി. ആ ടോട്ടൽ സറണ്ടർ വരുമ്പോ തന്നെ ഈ പറയുന്ന പല ദുഷ്ഫലങ്ങളും നമ്മളെ വിട്ടുപോകും. നമ്മളത് ചെയ്യാൻ നമ്മുടെ ഈഗോ നമ്മളെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഈഗോയെ മാറ്റി വെച്ചിട്ട് ഈ സത്യങ്ങൾ അറിയുമ്പോൾ, ഈ ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ നമ്മുടെ റോള് ഒരു സീറോ ആണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ എന്തിലാണ് നമ്മൾ അഹങ്കാരം വെക്കേണ്ടത്? അത് നമ്മളെ വിട്ടുപോകണം. ഒരു നാച്ചുറൽ ആയിട്ട് ഒരു പാമ്പിന്റെ പടം സമയമാകുമ്പോൾ അത് പൊഴിഞ്ഞു പോകും, ഇല്ലേ? അതുപോലെ ഈ അഹങ്കാരം നമ്മളെ വിട്ടുപോകുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പൊ മാത്രമേ നമുക്ക് ഈ പുനർജന്മ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടാതെ കർമ്മഫലങ്ങൾക്ക് അതിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് വന്നു ചേരാതെ ജ്ഞാനമാകുന്ന അഗ്നിയിലെ കർമ്മങ്ങളെ ഹോമിച്ചുകൊണ്ട് നമുക്ക് ജന്മമില്ലാത്ത യാത്രയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് കിട്ടുന്നിടം വരെ, ആ കിട്ടുന്ന സമയം വരെ നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഭൂമി എന്ന് പറയുന്ന നല്ല സുഖമുള്ള ഒരു ജയിൽ ശിക്ഷ, അല്ലെ? ശരീരമാകുന്ന ജയില്, അതിനകത്ത് ഒരു കൊച്ചു ജീവനെ ഒരു കിളിയെ പോലെ, ഒരു കൂട്ടിലിട്ട തത്തയെ പോലെ നമ്മുടെ ആ ജീവാത്മാവ് എപ്പോഴും മോചനം കാത്തു കിടക്കുന്നു. അതിന്റെ കൂടെ തന്നെ പരമാത്മാവായിരിക്കുന്ന ആ അമ്മയും നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ഇടുകയാണ്, അല്ലെ? അമ്മയ്ക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടോ ഈ ശരീരത്തിലിരുന്ന്? അമ്മയ്ക്ക് സന്തോഷമാണ് മക്കളുടെ കൂടെ ഇരിക്കാൻ. പക്ഷെ ഒരു അമ്മയ്ക്ക് ഒരു മക്കളുടെ വീട്ടിൽ ചെന്ന് അമ്മ വെള്ളം കുടിച്ചോ, അമ്മയ്ക്ക് എന്താ സുഖാണോ, അമ്മ എന്താ എനിക്ക് ആ അമ്മയെ കൂടെ കുറച്ച് സമയം ഇരിക്കുന്നുണ്ടോ? നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കാം. നമ്മൾ മക്കളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ എത്ര സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെ?
അമ്മ വന്നു ഭയങ്കര സന്തോഷത്തോടെ. ആദ്യത്തെ 2 ദിവസം ഭയങ്കര സന്തോഷം. പിന്നെ അമ്മയെ കണ്ട മൈൻഡ് ചെയ്യില്ല, സമയമില്ല. അല്ലെ? അമ്മ എന്തെങ്കിലും എടുത്ത് കഴിക്കും, അവിടെ ഇരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ. ആ പ്രപഞ്ച മാതാവ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല, അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. അമ്മ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ചുരുണ്ടുകൂടി, ഇല്ലേ? മൂലാധാരം എന്ന് പറയുന്ന ഒരു കുഴിക്കകത്ത് പാവം അമ്മ അവിടെ വെറുതെ ഉറങ്ങിക്കിടക്കും. ഒന്നും മിണ്ടത്തില്ല. എന്തെങ്കിലും നമ്മളെ വഴക്ക് പറയുന്നു, നമ്മുടെ കർമ്മഫലങ്ങളും കർമ്മങ്ങളും കണ്ട് വെറുതെ ഒന്നും ചെയ്യാനാവാതെ കൂട്ടിലിട്ട കിളിയെ പോലെ അമ്മ അവിടെ ഇരിക്കും. അത്രേ ഉള്ളൂ. അതേസമയം വന്ന അമ്മയെ ദിവസവും കണ്ടു, ചിരിച്ചു, സംസാരിച്ചു. അമ്മ എന്റെ കൂടെ ഉണ്ടല്ലോ, അല്ലേ? ആ അമ്മ എന്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ എനിക്ക് ഇതെല്ലാം. വേണ്ടത് കൊടുത്തു. ഭക്ഷണം കഴിക്കുമ്പോ അമ്മയ്ക്ക് കൊടുത്തു. അത് നിവേദ്യമായി. വെള്ളം കുടിക്കുമ്പോ അമ്മയ്ക്ക് കൊടുത്തു, ഇല്ലേ? അർഘ്യമായി, പാദ്യമായി. അമ്മയെ ഒരു മഹാരാജ്ഞിയെ പോലെ ഒന്ന് വെച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ നമ്മുടെ റോൾ എന്ന് പറയുന്നത് പ്രപഞ്ചമായിട്ട് ഉയരുകയാണ് നമ്മൾ. ആ അമ്മയ്ക്ക് ദിവസവും കൊടുത്തു കഴിയുമ്പോ പ്രപഞ്ച മാതാവ് എന്റെ കൂടെ ഉണ്ട്. അതിൽ ഇച്ചിരി അഹങ്കരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു ഉപാസകന് സാധാരണ തന്ത്രശാസ്ത്ര ഉപാസകർക്കൊക്കെ ഇച്ചിരി അഹങ്കാരം. എന്താ അഹങ്കാരം? അമ്മയുണ്ടെന്നുള്ള അഹങ്കാരം. അല്ല തന്റെ ശരീരത്തിലോ നശിച്ചു പോകുന്ന വസ്തുക്കളിലോ അല്ല ആൾക്ക് അഹങ്കാരം. എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട്, ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന കർമ്മ സിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവും ഉണ്ടാകുന്നത്. ഇവിടെ തന്ത്രം എന്ന ശരീരം, ആ തന്ത്രശാസ്ത്രം എന്താ? ശരീരവുമായിട്ട് തനു വിസ്താരിത അനേന ഇത് തന്ത്രം, അല്ലെ? ഇവിടെ തന്ത്രം എന്ന ശരീരം, ആ ഒരു ബന്ധം, അതായത് ആ ഒരു മായ എന്താണ് ഇവിടെ ഈ മായാശാസ്ത്രം എന്നൊക്കെ പറയുന്നത് മായ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പൊ ശരീര സംബന്ധമായിരിക്കുന്ന നമ്മളെ മറച്ചിരിക്കുന്ന, നമ്മൾ ശരീരമാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരു മായ നമ്മളെ നമ്മുടെ മനസ്സിൽ ഒരു തിരസ്കരണി പോലെ വന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും അറിയാതെ പോകുന്നത്. അപ്പോ എന്താണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണു? ഇൻഡിവിജ്വൽസിനാണ് പ്രാധാന്യം. ഇൻഡിവിജ്വൽ ചേരുന്നതാണ് ഗ്രൂപ്പ്, അല്ലെ? ആദ്യം ആ മനുഷ്യർ ഒത്തുചേർന്ന് വിവാഹം കഴിഞ്ഞു, കുടുംബമായി, കുടുംബം എന്ന് പറയുന്ന ഗ്രാമമായി, ഗ്രാമം നഗരമായി, നഗരം രാഷ്ട്രമായി. അപ്പൊ ഇവിടെ നമ്മൾ എവിടുന്നാ തുടങ്ങുന്നത്? വി ആർ സ്റ്റാർട്ടിങ് ഫ്രം അവർ ഓൺ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ പ്രാധാന്യം എന്തിനാ കൊടുക്കേണ്ടത്? ഇൻഡിവിജ്വൽ ഉപാസന. അവനവൻ ആദ്യം ഉപാസന അവിടെ അവനവനിൽ നിന്ന് തുടങ്ങണം, അല്ല ബാക്കിയുള്ളവരുടെ ഉപാസന കണ്ടിട്ടിരിക്കുകയല്ല. അപ്പൊ സദാ അവനവന്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനെ പൂജിക്കണം, ചിന്തിക്കണം, ധ്യാനിക്കണം. എല്ലാം തന്നെ ആ വ്യക്തി ആര്, ആ വ്യക്തിയുടെ ആത്മശക്തി എന്താണ്, അല്ലെ? ആ വൈബ്രേഷൻ ലെവലൊക്കെ തന്നെ അസാമാന്യമായിട്ട് ഉയർത്തണം. കാരണം എന്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രകൃതിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ്സിനെ ചെറുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പ്രകൃതിയിൽ പല നെഗറ്റീവ്സ് ഉണ്ട്, അല്ലെ? നമുക്കറിയാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചേർന്നതാണ് എല്ലാം തന്നെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അസുരന്മാരും കാണും, ദേവന്മാരും കാണും. അപ്പോ അവർക്ക് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഈശ്വര അനുഗ്രഹം കൊടുക്കാനും, കൊടുത്താൽ തന്നെ അത് പ്രകൃതിയിൽ മാറ്റമുണ്ടാക്കി ആ വ്യക്തിക്ക് സദ്ബലങ്ങൾ കൊടുക്കുകയും ചെയ്യുള്ളൂ. ഇതറിഞ്ഞ ഒരു വ്യക്തി, അതുകൊണ്ടാണ് നമ്മൾ അമ്മ സ്വന്തം പെറ്റമ്മയെ നമസ്കരിക്കുന്നത്, അല്ലെ? നമുക്കൊരു നമസ്കരിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്ന എവിടുന്ന? ഇത് മനസ്സിലാക്കുന്ന ഒരു ഗുരു, അല്ലെ? ആ ഒരു ഗുരു പരമ്പരയെ നമുക്ക് നമസ്കരിക്കാം. കാരണം ഇത് അറിയാത്തവര് ചുമ്മാ കൈയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നമുക്കൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. പെറ്റമ്മ നമ്മളെ പ്രസവിച്ച അമ്മയാണ്. ആ അമ്മയുടെ അനുഗ്രഹം വേണം. അതുപോലെ ഇത് മനസ്സിലാക്കുന്ന ഗുരുക്കന്മാര് ഇത് നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രകൃതിയും നമ്മളും തമ്മിലുള്ള പാരസ്പര്യം മനസ്സിലാക്കി ഈ ഈശ്വര ശക്തിയെ ഉള്ളിൽ വച്ച് പൂജിച്ച് ആ വൈബ്രേഷൻ ലെവൽ ഒരുപാട് കൂടിയവരാണ് നമ്മുടെ ഗുരുക്കന്മാര്. അവര് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലത് വരും. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ കൊണ്ടേ നമുക്ക് പ്രയോജനമുള്ളൂ. അല്ലാതെ സാധാരണ ഒരു വ്യക്തി അനുഗ്രഹിച്ചാലോ ഇനി ശപിച്ചാൽ തന്നെ നമുക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് സത്യം. ആ ശാപങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരാളെ വെറുതെ ശപിച്ചാല് ആ ശാപങ്ങൾ എന്താ? അവർക്ക് തന്നെ പാരയായിട്ട് വരും. ബിക്കോസ് ഈ ശബ്ദങ്ങളെല്ലാം എവിടെയാ പോകുന്നത്? പ്രപഞ്ചത്തില്. ആ വൈബ്രേഷൻസ് എല്ലാം ഒരു കാലത്ത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തില് ആ ശപിച്ച കാര്യങ്ങളെല്ലാം അവനവന് വന്നു ചേരും. അപ്പൊ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ട് എനിക്ക് വന്നു എന്ന്. ഉത്തരം അവിടെ തന്നെ ഉണ്ട്, ഇല്ലേ? അപ്പോ നമ്മള് എല്ലാവരുടെയും മുന്നിൽ ചെന്ന് അനുഗ്രഹം ചോദിക്കേണ്ട ആവശ്യമില്ല. ഈശ്വര ശക്തിക്ക് അത് ത്രൂ സംബടി, അതാണ് നമ്മുടെ അമ്മ, അച്ഛൻ, അല്ലെ? അമ്മ, അച്ഛൻ, ഗുരു, ഇവർക്ക് മാത്രമേ അനുഗ്രഹിക്കാനും നമുക്ക് ചോദിക്കാനും ഉള്ള അർഹതയും ഉള്ളൂ. അല്ലാതെ ചുമ്മാ ചെന്ന് എല്ലാവരുടെയും കാലിൽ വീഴുന്നത് ഒരു കാര്യമില്ല. അതേസമയം എല്ലാം ത്യജിച്ച സന്യാസി വര്യന്മാര്, അവരുടെ അടുത്ത് നമുക്ക് അനുഗ്രഹം ചോദിക്കാം, അവരുടെ കാല് തൊട്ട് തൊഴാം. കാരണം അവർക്ക് ഒന്നും വേണ്ട പ്രപഞ്ചത്തിൽ നിന്ന്. അവരുടെ അനുഗ്രഹം ജെന്യുവിനായിരിക്കും. കാരണം ഈ പറയുന്ന സച്ചിത്ത് ആനന്ദ ഉള്ളിലാണ്, പുറത്തല്ല. കാരണം അവർ ആനന്ദത്തിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ അത് അറിയുന്ന ഒരു വ്യക്തി, ഗുരു, സന്യാസി വര്യന്മാരടങ്ങിയ
മാത്രമാണ്, അവരിൽ നിന്ന് മാത്രമേ നമ്മൾ അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്യാവൂ. അപ്പൊ അങ്ങനെ നമ്മുടെ നെഗറ്റീവ് ചിന്തകളും പദ്ധതികളും കൊണ്ട് പ്രകൃതിയെ എത്രത്തോളം നമ്മൾ ദുഷിപ്പിക്കാമോ അത്രത്തോളം ദുഷിപ്പിച്ചു കഴിഞ്ഞു. കാരണം അത് നമ്മിലും നമ്മളെ പ്രകൃതിയിൽ, അതായത് ആ ഒരു എന്താ പറയാ അതിതീവ്ര ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ജലത്തെയും അഗ്നിയെയും പ്രപഞ്ചത്തെ വായുവിനെയും ഒക്കെ തന്നെ നമ്മൾ പൊല്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു അതുകൊണ്ട് തന്നെ നമുക്ക് വൈകാരികമായിരിക്കുന്ന ദുരനുഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് തന്നെ വന്നു ചേരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഉദാഹരണമാണ് ഈ വർഷം ഉണ്ടായ ചൂട്, അല്ലെ? ഒരു മനുഷ്യർക്ക് എത്ര എത്ര സമയം AC-യിൽ ഇരുന്നാലും പുറത്തിറങ്ങണ്ടേ? ഈ വർഷം നമ്മുടെ ട്രിവാൻഡ്രം ഉൾപ്പെടെ കേരളത്തിൽ മൊത്തം എത്ര ചൂടാണ് അനുഭവിച്ചത്. എല്ലാവരും A to Z പറഞ്ഞതാണ്. ഇത് വല്ലാത്ത പൊള്ളുന്ന പോലത്തെ ചൂടായിരുന്നു. എന്താ കാര്യം? കേരളം അത്രയ്ക്ക് വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നു എന്ന് പ്രകൃതി തരുന്ന എന്താ പറയാ ആ ഒരു ദുരനുഭവം നമുക്ക് മുൻകൂട്ടി കാണിക്കണം, അല്ലെ? ഇവിടുത്തെ ഭരണം, ഇവിടുത്തെ മനുഷ്യരുടെ ചിന്തകള്, ഈ പറയുന്ന ബോർവെൽസ്, കുഴൽ കിണറുകള്, ഇല്ലെ, മണ്ണ് വാരല് പ്രകൃതിയെ എത്രത്തോളം മോശമാക്കാമോ അത്രത്തോളം മോശമാക്കി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ വിപരീത ദുരനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും.